ഞാനൊരു കാര്യം പറയട്ടെ ചാറ്റ്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഞാൻ ഈ പറയണത് ഒരാളെയും പറ്റിയല്ല. ആദ്യം അത് മനസ്സിലാക്കുക. മനസ്സിലായോ? ഒരാളെയും പറ്റിയല്ല പറയുന്നത്. നമ്മളൊരു പ്ലെയറിന് ഒരു റിക്രൂട്ട്മെന്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ആ പ്ലെയേഴ്സ് ഈ പറഞ്ഞ പോലെ ഓൾറെഡി വലിയ എക്സ്പോഷറും വലിയ ഹൈപ്പുള്ള പ്ലേയേഴ്സിന് നമ്മൾ റിക്രൂട്ട്മെന്റ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓലെ ഡിപ്പെൻഡ് ചെയ്താണ്ട് ഗ്യാങ് ഓടേണ്ടി വരും. മനസ്സിലായോ? അതിനു വേണ്ടി നല്ല കളിക്കണ ലോ എക്സ്പോഷർ ഉള്ള നല്ല കിടിലം പോലത്തെ പ്ലേയേഴ്സ് ഉണ്ട്. ഓരോ ഗ്യാങ്ങിലും നല്ല നോക്കി ചകഞ്ഞ് നോക്കിയാൽ നല്ല നല്ല അരിമണികളെ കിട്ടും. മനസ്സിലായോ? നല്ല കളിക്കണ നല്ല പി പ്ലേയേഴ്സിന് കിട്ടും. ഓർക്ക് നമ്മളെ ഗ്യാങ്ങിൽ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്തു കഴിഞ്ഞാണ്ടല്ലോ, ഓർക്ക് ആ റെസ്പെക്റ്റ് എല്ലാ കാലത്തും നമ്മളോട് ഉണ്ടാവും. മനസ്സിലായോ? കാരണം നമ്മൾ ആ ഓപ്പർച്യൂണിറ്റി ഇവിടെ കൊടുത്തു എന്നുള്ളതിൻ്റെ ആ ഒരു നന്ദിയോട് പോലും ഒരിക്കലും നമ്മുടെ അടുത്ത് കാണിക്കില്ല. ആ കമ്മിറ്റ്മെൻറ്റ് ഓർക്ക് എന്നും നമ്മുടെ അടുത്ത് ഉണ്ടാവും. അങ്ങനത്തെ ആൾക്കാർക്ക് നമ്മൾ റിക്രൂട്ട്മെന്റ് കൊടുത്ത് ഓലെ നമ്മൾ ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് ആക്കി എടുക്കണം. മനസ്സിലായോ? ട്രെയിൻ ചെയ്തേണ്ട ഒരു നമ്മൾ എന്ത് പറഞ്ഞാലും അത് കേൾക്കാനും വില്ലിങ് ആയിരിക്കും. അല്ലാതെ കുറേ ഓൾറെഡി ഹൈ എക്സ്പോഷറും ഹൈ ഇതുള്ള അങ്ങനത്തെ പ്ലേയേഴ്സിന് കൊടുത്തിട്ട് പ്രത്യേകിച്ച് കാര്യമല്ല. മനസ്സിലായില്ലേ? അപ്പം നിങ്ങളിവിടെ കൊണ്ടുവന്ന് പേര് സ്പാം ചെയ്യണ്ട. നമ്മളെല്ലാം നോക്കിയും കണ്ടു തന്നെ എടുക്കുകയുള്ളൂ.